നമസ്കാരം. 2025 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ആഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത്. ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി കാണുക. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ PDF നോട്ട്സിനായിട്ട് ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൽ കൂടി അംഗമാവുക. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. 2025 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം അതിൻ്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആചരിച്ചത് അല്ലേ. അപ്പോൾ 2025 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനമാണ്. നമുക്കറിയാം 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് എന്ന് ചോദിച്ചാലോ, 2025 ഓഗസ്റ്റ് 15 അതായത് 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചാൽ നയാ ഭാരത് അഥവാ പുതിയ ഭാരതം. ഇതുപോലെ വേറൊരു കാര്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 2025 ജനുവരി റിപ്പബ്ലിക് ദിനം അല്ലേ. രാജ്യം അതിൻ്റെ 76ാമത് റിപ്പബ്ലിക് ദിനമാണ് 2025 ജനുവരി 26 ആചരിച്ചത്. അതിനും ഒരു പ്രമേയമുണ്ടായിരുന്നു. ആ പ്രമേയമാണ് ഏത്? സുവർണ ഭാരത്. അതുപോലെ വേറൊരു കാര്യം നമ്മൾ പഠിച്ചു. 2025 ഫെബ്രുവരിയിൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു. ആ കേന്ദ്ര ബജറ്റിനും ഒരു പ്രമേയമുണ്ടായിരുന്നു. എന്താണ് ആ പ്രമേയം? സബ് കാ വികാസ്. എന്താണ്? സബ് കാ വികാസ്. ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് 79ാമത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ പ്രമേയം എന്തെന്ന് ചോദിച്ചാൽ നയാ ഭാരത്. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും അതാത് കാലങ്ങളിലെ പ്രധാനമന്ത്രിമാർ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ തവണ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി ആരായിരിക്കും? അത് ജവഹർലാൽ നെഹ്റു ആയിരിക്കും. ജവഹർലാൽ നെഹ്റു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ തുടർച്ചയായി സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് നരേന്ദ്ര മോദിയാണ്. ശ്രദ്ധിച്ചു വയ്ക്കണം, തുടർച്ചയായി 12 തവണയാണ്. തുടർച്ചയായി 12 തവണ സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച 2ാമത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. വേറൊരു കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന 2ാമത്തെ വ്യക്തിയും ആര് തന്നെയാണ്? നരേന്ദ്ര മോദിയാണ്. വേറൊരു കാര്യം കൂടി അവിടെ ശ്രദ്ധിച്ചു വയ്ക്കണം. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിമാരുടെ പ്രസംഗം, അതിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് 2025 ഓഗസ്റ്റ് 15 നരേന്ദ്ര മോദിയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 2025 സ്വാതന്ത്ര്യ ദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷാ സംവിധാനം, അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷാ സംവിധാനം ഏതാണ്? മിഷൻ സുദർശന ചക്ര. അപ്പോൾ 2025 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനം, ദേശീയ സുരക്ഷാ സംവിധാനത്തിന് നൽകിയിരിക്കുന്ന പേരാണ് ഏത്? മിഷൻ സുദർശന ചക്ര. അതുപോലെ തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2025 സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഒരു പദ്ധതി പ്രഖ്യാപിച്ചു, വേറൊരു പദ്ധതി കൂടി പ്രഖ്യാപിച്ചു. അതാണ് പ്രധാനമന്ത്രി VBRY, അതായത് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. എന്താണ്? പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. ശ്രദ്ധിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു പദ്ധതിയാണ്. ആദ്യമായിട്ട് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി നേടുന്ന ഒരാൾക്ക് സാമ്പത്തികമായിട്ടുള്ള ധനസഹായം കേന്ദ്ര സർക്കാർ നൽകും. അതായത് നിങ്ങൾ തൊഴിൽ നേടുന്ന ആ ഒരു പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ആദ്യമായിട്ട് ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനത്തിൽ
തൊഴിലിന് പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് കേന്ദ്ര സർക്കാർ 2 ഗഡുക്കളായിട്ട് 15,000 രൂപ വരെ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. അപ്പോൾ യുവാക്കളെ തൊഴിൽ നേടുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. അപ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കണം. ഇത് പറയുമ്പോൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു പദ്ധതിയുണ്ട്, പ്രധാനമന്ത്രി അജയ് എന്ന് പറയുന്ന പദ്ധതി. പ്രധാനമന്ത്രി അജയ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പട്ടികജാതി വിഭാഗത്തിലുള്ളവരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത്? പ്രധാനമന്ത്രി അജയ് പദ്ധതി അല്ലെ? പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി അജയ് പദ്ധതി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതി, അങ്ങനെ ഒരു പദ്ധതിയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതി അത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വായ്പ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതി അല്ലേ? ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വായ്പ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതി. അപ്പോൾ 3 പദ്ധതികൾ ശ്രദ്ധിച്ചു വയ്ക്കണം. പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതി, പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ മറ്റൊരു പദ്ധതി പ്രധാനമന്ത്രി അജയ് പദ്ധതി, പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പദ്ധതിയിലോട്ട് വരാം, അല്ലെങ്കിൽ മറ്റൊരു സംരംഭത്തിലോട്ട് വരാം. പരീക്ഷാ പേ ചർച്ച. എന്താണ് പരീക്ഷാ പേ ചർച്ച? ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പരിപാടിയാണ് പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്ന പരീക്ഷാ പേ ചർച്ച എന്ന് പറയുന്ന പരിപാടി. ഈ പരിപാടി ഇപ്പോൾ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ, ഇപ്പോൾ ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിച്ചത് ഇങ്ങനെയാണ്: ലോകത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പരിപാടി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു വിദ്യാഭ്യാസ പരിപാടിയാണ് പരീക്ഷാ പേ ചർച്ച എന്ന് പറയുന്ന പരിപാടിയാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. 130ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ. വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഭാഗത്തുനിന്നുണ്ടാവും. 130ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അവതരിപ്പിച്ചു. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഇതാണ്: 130ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷായാണ്. എന്താണ് 130ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ? 5 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തി പ്രധാനമന്ത്രി ആയിക്കോട്ടെ, കേന്ദ്രമന്ത്രി ആയിക്കോട്ടെ, സംസ്ഥാന മുഖ്യമന്ത്രി ആയിക്കോട്ടെ, സംസ്ഥാനത്തെ മന്ത്രിമാരായിക്കോട്ടെ, അങ്ങനെ ഒരു വ്യക്തി 1 മാസമെങ്കിലും തടവിൽ കിടന്നാൽ അയാളെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഭേദഗതിയാണ് 130ാമത് ഭരണഘടനാ ഭേദഗതി. അപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന, കേന്ദ്രമന്ത്രിയായിരിക്കുന്ന, അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന, സംസ്ഥാന മന്ത്രിമാരായിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി 5 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 1 മാസമെങ്കിലും തടവിലാക്കപ്പെടുകയും ചെയ്താൽ അയാളെ സ്വയമേവ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബില്ലാണ് ഏത്? 130ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ. ഒരുപാട് വിവാദമായിട്ടുള്ള ബില്ലാണ്. അതുകൊണ്ട് തന്നെ ഈ ബില്ല് അവതരിപ്പിച്ചു. ഇപ്പോൾ ഈ പറഞ്ഞ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് കൂടുതൽ പഠനങ്ങൾക്കായിട്ട്. എന്തായാലും അത് ഈ പറഞ്ഞ പാർലമെൻറ്റിനകത്ത് പാസ്സാക്കിയെടുക്കും ഈ പറഞ്ഞ സർക്കാർ. അപ്പോൾ ആ ഒരു ബില്ലിനെ കുറിച്ച് ഓർത്തു വയ്ക്കണം. 130ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അമിത് ഷായാണ്. പണ്ട് 2019 പൗരത്വ ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതും ആരാണ്? അമിത് ഷായാണ്. ഇതുപോലെ വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? വഖഫ് ഭേദഗതി ബില്ല്.
വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കിരൺ റിജിജുവാണ്. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓർത്തു വയ്ക്കണം. ഇപ്പോൾ 130ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് അമിത്ഷായാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. GST സ്ലാബ് നമുക്കറിയാവുന്ന കാര്യമാണ്. പ്രധാനമായിട്ടും 4 GST സ്ലാബാണ് നിലവിലുള്ളത്. അത് ഏതൊക്കെ സ്ലാബാണ്? 5%, 12%, 18%, 28% അല്ലേ? അങ്ങനെ അടിസ്ഥാനമായിട്ട് 4 GST സ്ലാബുകളുണ്ട്. അതിൽ 2 GST സ്ലാബുകൾ കേന്ദ്ര സർക്കാർ വേണ്ടെന്ന് വെച്ചു. ഏതാണ് ആ 2 GST സ്ലാബ് എന്ന് ചോദിച്ചാൽ, ഒന്ന് 28% GST സ്ലാബ്, 28% വരുന്ന GST സ്ലാബ് വേണ്ടെന്ന് വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് 12% വരുന്ന GST സ്ലാബ് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ചുരുക്കത്തിൽ 12%വും 28% GST സ്ലാബ് ഇപ്പോൾ നിലവിൽ ഇല്ല. അതുകൊണ്ട് തന്നെ 28% GST സ്ലാബിലുണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങളും 18% GST സ്ലാബിലോട്ട് മാറും. അതുപോലെ 12% GST സ്ലാബിലുണ്ടായിരുന്ന പല ഉൽപ്പന്നങ്ങളും 5% GST സ്ലാബിലോട്ട് മാറും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ നികുതിയിൽ കുറവ് വരുമ്പോൾ സാധനങ്ങളുടെ വിലയിലും കുറവ് വരും. അതാണ് ഇപ്പോൾ മോട്ടോർ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വിലയിൽ വരുന്ന കുറവ് അല്ലേ? 1-1.5 ലക്ഷം രൂപയും ഒക്കെ ഈ പറഞ്ഞ ഒരു സാധാരണ കാറിന് വില വ്യത്യാസം വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? GST നിരക്കിൽ മാറ്റം വരുത്തിയതാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് പ്രധാനമായിട്ടും 2 സ്ലാബുകളാണ്. ഒന്ന് 5% സ്ലാബ്, വേറൊന്ന് 18% സ്ലാബ്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ പുതിയൊരു സ്ലാബ് കൂടി കേന്ദ്ര സർക്കാർ പരിചയപ്പെടുത്തുകയാണ്. 40% സ്ലാബ്. എത്ര? 40% GST സ്ലാബ്. ഈ 40% GST സ്ലാബിൽ വരുന്നത് വളരെ ലക്ഷറി ഇനത്തിൽപ്പെടുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും. സാധാരണക്കാരന് വേണ്ട ഉൽപ്പന്നങ്ങളൊന്നുമല്ല, ലക്ഷറി ഇനത്തിൽ വരുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും. അതുപോലെ തന്നെ സിഗരറ്റ്, പുകയില പോലുള്ള സാധനങ്ങളൊക്കെ വരുന്നത് ഇനി ഏത് സ്ലാബിലായിരിക്കും? 40% എന്ന് പറയുന്ന പുതിയ സ്ലാബിലായിരിക്കും. നേരത്തെ 40% എന്ന് പറഞ്ഞിട്ട് ഒരു GST സ്ലാബ് ഇല്ലായിരുന്നു. 5%, 12%, 18%, 28% അങ്ങനെ 4 സ്ലാബാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ 2 സ്ലാബ് എടുത്തു കളഞ്ഞു. ഏതൊക്കെയാണ്? 28% എടുത്തു കളഞ്ഞു, 12% എടുത്തു കളഞ്ഞു. അതിന് പകരം ഇപ്പോൾ പുതിയൊരു സ്ലാബ് കൊണ്ടുവരുന്നു. ഏതാണ്? 40% GST സ്ലാബ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി അവിടെ കൂട്ടുകാരെന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കി വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. PTI. എന്താണ് PTI? പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വാർത്താ ഏജൻസിയാണ് PTI. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വാർത്താ ഏജൻസിയാണ് ഏത്? PTI. ആദ്യം പഠിക്കേണ്ടത് അതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വതന്ത്ര വാർത്താ ഏജൻസിയാണ് PTI. അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തോട്ട് ഇപ്പോൾ നിയമിക്കപ്പെട്ടത് ആരാണ്? PTIയുടെ അധ്യക്ഷ സ്ഥാനത്തോട്ട് ഇപ്പോൾ നിയമിക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ മഹേന്ദ്ര മോഹൻ ഗുപ്ത അല്ലേ? അപ്പോൾ PTIയുടെ പുതിയ അധ്യക്ഷൻ ആരാണ്? അത് മഹേന്ദ്ര മോഹൻ ഗുപ്ത. ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം AI എന്ന് പറയുന്ന ഒരു നിർമ്മിത ബുദ്ധി സംവിധാനത്തിന് വലിയ പ്രാധാന്യം ലോകത്ത് ഉണ്ട് അല്ലേ? നിർമ്മിത ബുദ്ധി സംവിധാനങ്ങൾക്ക് വലിയ പ്രാധാന്യം ലോകത്തുണ്ട്. അതുവഴി ഒരുപാട് സേവനങ്ങൾ ആൾക്കാർക്ക് നൽകാനായിട്ട് പറ്റും. അപ്പോൾ AI നിർമ്മിത ബുദ്ധി വഴിയുള്ള സേവനങ്ങൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാന കമ്പനി, അതായത് റിലയൻസ് ഇൻഡസ്ട്രീസ് പുതിയ ഒരു സ്ഥാപനം തുടങ്ങി. അതാണ് റിലയൻസ് ഇൻ്റലിജൻസ്. ഏതാണ്? റിലയൻസ് ഇൻ്റലിജൻസ്. ആഗോള ടെക് കമ്പനികളുണ്ട്. ആഗോള ടെക് കമ്പനികൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ആഗോള ടെക് കമ്പനികളായിട്ടുള്ള ഗൂഗിള്, മെറ്റ എന്നിവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ AI സേവനങ്ങൾ, നിർമ്മിത ബുദ്ധി സേവനങ്ങൾ കുറച്ചുകൂടി വിപുലമാക്കാനും ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് പുതിയ ഈ പറഞ്ഞ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അതാണ് റിലയൻസ് ഇൻ്റലിജൻസ്. ഏതാണ്? ആ വിഭാഗമാണേത്? റിലയൻസ് ഇൻ്റലിജൻസ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ റിലയൻസ് ഏതൊക്കെ ആഗോള ടെക് കമ്പനികളുമായിട്ടാണ് നിർമ്മിത ബുദ്ധി സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സഹകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഗൂഗിളുമായിട്ടും മെറ്റയുമായിട്ടും ആണ് എന്നുള്ളത്
ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് BCCI അല്ലേ, ഇന്ത്യയിൽ ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന സംഘടനയാണ് BCCI എന്ന് നിങ്ങൾക്ക് അറിയാം. ഈ അടുത്ത കാലത്ത് BCCI വാർത്തയിൽ വന്നു. എങ്ങനെയാണ്? വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് BCCIയെ എന്ത് ചെയ്തു? ഒഴിവാക്കി. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് BCCIയെ ഒഴിവാക്കി. വിവരാവകാശ നിയമത്തിൽ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടേം ഉണ്ട്. അതിനൊരു നിർവചനം കൊടുത്ത് ഒരു ടേം പറഞ്ഞിട്ടുണ്ട്, പബ്ലിക് അതോറിറ്റി. ഒരു സ്ഥാപനം പബ്ലിക് അതോറിറ്റി അതിനകത്ത് വരുന്നതാണ് എങ്കിൽ മാത്രമാണ് വിവരാവകാശ നിയമം ബാധകമായിട്ട് വരുന്നത്. BCCI എന്ന് പറയുന്ന ഈ പറഞ്ഞ സംഘടന, അതായത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ സംഘടന പബ്ലിക് അതോറിറ്റിയുടെ നിർവചനത്തിൽ വരത്തില്ല. അതായത് കേന്ദ്ര സർക്കാരിൽ നിന്നും യാതൊരു തരത്തിലുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും സർക്കാരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഫണ്ടും BCCI സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പബ്ലിക് അതോറിറ്റി എന്ന് പറയുന്ന നിർവചനത്തിനകത്ത് BCCI വരാത്തത് കൊണ്ട് അത് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരത്തില്ല എന്നൊരു ഉത്തരവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഭേദഗതി ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്: ഏത് കായിക സംഘടനയാണ് വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഒഴിവാക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അത് BCCI ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് നമുക്ക് വരാം. മനുഷ്യൻ ഹിമാലയത്തിൻ്റെ മണ്ടയിൽ കയറി, അതായത് എവറസ്റ്റിൻ്റെ മണ്ടയിൽ കയറി അല്ലേ, ബഹിരാകാശത്ത് പോയി, ഇതുപോലുള്ള ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ അതുപോലെ അത്ര സുഖകരമായിട്ട് ഈ ഭൂമിക്ക് അടിയിലോട്ട് പോവുക എന്ന് പറയുന്നത് നടപ്പുള്ള കാര്യമല്ല. എങ്കിലും സമുദ്രാന്തർ ഭാഗത്തോട്ട് ഇന്ത്യൻ അക്വാനോട്ടുകൾ എന്ത് ചെയ്യുന്നു? കടക്കുന്നു. ഏതാണ്ട് 5 കിലോമീറ്റർ താഴെ വരെ ചെന്നിട്ട് അവിടെ ഇന്ത്യൻ അക്വാനോട്ടുകൾ എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ പതാക സ്ഥാപിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ അക്വാനോട്ടുകൾ ഒരു വലിയ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഇന്ത്യൻ പതാക സ്ഥാപിച്ചു. ഏത് മഹാസമുദ്രത്തിൻ്റെ അടിത്തട്ടിലാണ് ഇന്ത്യൻ അക്വാനോട്ടുകൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ പതാക സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. എവിടെയാണ്? അറ്റ്ലാന്റിക് സമുദ്രം. അവിടെ അക്വാനോട്ട് എന്ന് പറയുന്ന ഒരു പ്രയോഗം. ഇപ്പം നമ്മൾ ആസ്ട്രോനോട്ട് എന്ന് പറയും. ബഹിരാകാശ യാത്ര നടത്തുന്ന ആളാണെങ്കിൽ നമ്മൾ ആസ്ട്രോനോട്ട് എന്ന് പറയും. അയാൾ റഷ്യയിൽ നിന്നാണ് പോകുന്നതെങ്കിൽ അയാൾ നമ്മൾ കോസ്മോനോട്ട് എന്ന് പറയും. അതുപോലെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിലോട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരെ പറയുന്നതാണ് അക്വാനോട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, എവറസ്റ്റ് കയറുക എന്ന് പറയുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ലാതായി മാറി. കാമി റിത എന്ന് പറയുന്ന ഒരു നേപ്പാൾ ഷെർപ്പയെ നിങ്ങൾക്ക് പരിചയം കാണും. 31 തവണയാണ് കാമി റിത എവിടെ കയറിയത്? എവറസ്റ്റ് കയറിയത്. 8850 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്, എവറസ്റ്റിനുള്ളത്. അതായത് 8 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട് എവിടോട്ട്? എവറസ്റ്റിലോട്ട്. അതൊക്കെ ഇപ്പോൾ എളുപ്പമായി മാറി. ബഹിരാകാശത്ത് പോവുകയൊക്കെ എളുപ്പമുള്ളതായിട്ട് മാറി. പക്ഷേ ഇപ്പോഴും സമുദ്രാന്തർ ഭാഗത്തോട്ട് പോവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഏതാണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ 5 കിലോമീറ്റർ താഴോട്ട് ചെന്നിട്ട് അതിൻ്റെ അടിത്തട്ടിൽ ഇന്ത്യൻ പതാക ഉയർത്തി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് ഏത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലാണ് ഇന്ത്യൻ അക്വാനോട്ടുകൾ ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ പതാക സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് വരാം. ആൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, 71ാമത് ദേശീയ ഫിലിം പുരസ്കാരം, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം അല്ലെ 2025 അത് പ്രഖ്യാപിച്ചു. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2025. അതിലെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് ചിത്രത്തിനാണ് എന്ന് ചോദിച്ചാൽ 12th ഫെയിൽ എന്ന് പറയുന്ന ഒരു സിനിമയ്ക്കാണ്. ഏതാണ്? 12th ഫെയിൽ അല്ലേ. അപ്പോൾ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം, അതിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയ സിനിമ എന്ന് ചോദിച്ചാൽ ഏതാണ്? 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമയാണ്. അതുപോലെ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും മികച്ച സംവിധാനത്തിനുള്ള 71ാമത് ദേശീയ ഫിലിം പുരസ്കാരം അവാർഡ് ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ സുദീപ് തോ സെൻ എന്ന് പറയുന്ന ഒരു സംവിധായകനാണ്. ഏറ്റവും മികച്ച സംവിധാനത്തിനുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ സംവിധായകൻ ആരാണ്? സുദീപ് തോ സെൻ.
ആ പേര് നിങ്ങൾക്ക് പരിചയമുണ്ടായിരിക്കും. കേരള സ്റ്റോറി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. ആ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനാണ് ആര്? സുദീപ്തോ സെൻ. അപ്പോൾ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2025, ഏറ്റവും മികച്ച ചിത്രം 12th ഫെയിൽ. നല്ലൊരു സിനിമയാണ്. 12ാം ക്ലാസ്സിൽ ഒരാൾ തോക്കുന്നു, അതായത് +2 ഒരാൾ തോക്കുന്നു. തോറ്റു കഴിയുമ്പോൾ അയാൾ ഒരു തീരുമാനമെടുക്കുന്നു, എന്തായാലും ഈ പറഞ്ഞത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് എന്തായാലും ഒരു IPS ഓഫീസറായിട്ട് മാറണം. പിന്നീട് അയാൾ ഈ പറഞ്ഞ 12ാം ക്ലാസ് ജയിക്കുന്നു. പിന്നീട് IPS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ആദ്യ 3 അവസരങ്ങളിലും പരാജയപ്പെടുന്നു. പിന്നീട് അയാൾ അത് നേടിയെടുക്കുന്നു. ഇതാണ് ആ സിനിമയുടെ കഥ. അപ്പോൾ ആ സിനിമയ്ക്കാണ് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം, മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. സിനിമ ഏത്? 12th ഫെയിൽ അല്ലേ. ഇനി അത് കഴിഞ്ഞിട്ട് മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? സുദീപ്തോ സെൻ. സുദീപ്തോ സെൻ. സിനിമ ഏത്? കേരള സ്റ്റോറി. ഇനി അത് കഴിഞ്ഞിട്ട് മികച്ച നടനുള്ള പുരസ്കാരം. മികച്ച നടനുള്ള പുരസ്കാരം 2 പേർക്കാണ് ലഭിച്ചത്. ഒരാൾ ആരാണ്? വിക്രാന്ത് മാസി. വിക്രാന്ത് മാസി ആ 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച പ്രധാന ക്യാരക്ടറിനെ അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്? വിക്രാന്ത് മാസി. അപ്പോൾ മികച്ച നടനുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഒരാൾ ആരാണ്? വിക്രാന്ത് മാസി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരാൾ കൂടിയുണ്ട്, ഷാറൂഖ് ഖാൻ. ആരാണ്? ഷാറൂഖ് ഖാൻ. ഏത് സിനിമയ്ക്കാണ്? ജവാൻ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് ഷാറൂഖ് ഖാൻ. അപ്പോൾ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച നടൻ 2 പേരാണ്. ഒന്ന് വിക്രാന്ത് മാസി 12th ഫെയിൽ, വേറൊന്ന് ഷാറൂഖ് ഖാൻ ജവാൻ. ഇനി അത് കഴിഞ്ഞിട്ട് മികച്ച നടിക്കുള്ള പുരസ്കാരം. മികച്ച നടിക്കുള്ള പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ റാണി മുഖർജിക്കാണ്. ആർക്കാണ്? റാണി മുഖർജി അല്ലെ. അറിയപ്പെടുന്ന ഒരു ബോളിവുഡ് അഭിനേത്രിയാണ് ആര്? റാണി മുഖർജി. ഏതാണ് സിനിമ? മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന് പറയുന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം റാണി മുഖർജിക്ക് ലഭിച്ചു. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മികച്ച സഹ നടനുള്ള പുരസ്കാരം. അതൊരു മലയാളിക്കാണ് ലഭിച്ചത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2025, മികച്ച സഹ നടൻ മലയാളത്തിലെ പ്രസിദ്ധനായ നടനാണ് വിജയരാഘവൻ. സിനിമ ഏത് എന്നുള്ളതും പ്രധാനമാണ്. പൂക്കാലം. സിനിമ ഏതാണ്? പൂക്കാലം. വിജയരാഘവൻ. ഏതാണ് സിനിമ? പൂക്കാലം. ഇനി അത് കഴിഞ്ഞിട്ട് മികച്ച സഹ നടി. മികച്ച സഹനടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് ഉർവശിക്കാണ്. സിനിമ ഏതെന്ന് നിങ്ങൾക്കറിയാം, ഉള്ളൊഴുക്ക്. ഏതാണ് സിനിമ? ഉള്ളൊഴുക്ക്. ഇനി അതുപോലെ ഏറ്റവും മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയ്ക്ക് എന്ന് ചോദിച്ചാൽ ആ സിനിമയും ഉള്ളൊഴുക്ക് തന്നെയാണ്. ഏതാണ്? ഉള്ളൊഴുക്ക്. അതിൻ്റെ സംവിധായകൻ ആരെന്ന് കൂടി ഒന്ന് അറിഞ്ഞു വെക്കണം, ക്രിസ്റ്റോ ടോമി. അപ്പോൾ നമ്മൾ പറഞ്ഞത് 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം. മികച്ച ചിത്രം 12th ഫെയിൽ, മികച്ച സംവിധായകൻ സുദീപ്തോ സെൻ, കേരള സ്റ്റോറി. ഇനി അത് കഴിഞ്ഞിട്ട് മികച്ച നടൻ 2 പേർ. ആരൊക്കെയാണ്? ഒന്ന് ഷാറൂഖ് ഖാൻ, വേറൊന്ന് വിക്രാന്ത് മാസി. മികച്ച നടി ആരാണ്? റാണി മുഖർജി അല്ലെ. മികച്ച സഹനടൻ ആരാണ്? വിജയരാഘവൻ. സിനിമ ഏതാണ്? പൂക്കാലം. മികച്ച സഹനടി ആരാണ്? ഉർവശി. സിനിമ ഏതാണ്? ഉള്ളൊഴുക്ക്. മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ഏത് സിനിമയ്ക്കാണ്? ഉള്ളൊഴുക്ക്. ആരാണ് സംവിധാനം? ക്രിസ്റ്റോ ടോമി. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം. പരീക്ഷയ്ക്ക് ആ ഭാഗത്തുനിന്ന് ചോദ്യം വന്നേക്കാം. അടുത്തത് ഒരു പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ. മദർ മേരി കംസ് ടു മീ വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ്. ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത 101%. ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ അരുന്ധതി റോയുടെ പുസ്തകമാണ് മദർ മേരി കംസ് ടു മീ. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർത്തോണം. വേറൊരു പുസ്തകമുണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. ആ പറഞ്ഞ പുസ്തകം രചിച്ചത് ആരാണ്? കിരൺ ദേശായി അല്ലേ.
ഇപ്പോൾ ബുക്കർ സമ്മാനം പ്രഖ്യാപിക്കാനായിട്ട് പോവാണ്. അതിനകത്തോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കിരൺ ദേശായിയുടെ ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് കിരൺ ദേശായി. ഇപ്പോൾ പറഞ്ഞ പുസ്തകം ഏതാണ്? മദർ മേരി കംസ് ടു മീ. ആരുടെ പുസ്തകം? അത് അരുന്ധതി റോയുടെ പുസ്തകമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് കോംബാറ്റ് ഡ്രോൺ. ഇന്ത്യയിലെ ആദ്യത്തേത് എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശീയമായി നിർമ്മിച്ച AI പവേർഡ് കോംബാറ്റ് ഡ്രോൺ അല്ലേ? AI പവേർഡ് കോംബാറ്റ് ഡ്രോൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന യുദ്ധ ഡ്രോൺ. ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോണല്ല, നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ നിർമ്മിച്ചിരിക്കുന്ന എന്താണ്, യുദ്ധ സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രോൺ. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ നിർമ്മിത AI പവേർഡ് കോംബാക്ട് ഡ്രോൺ, ആ ഡ്രോണിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? കാലഭൈരവ. എന്താണ് കാലഭൈരവ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ AI പവേർഡ് കോംബാറ്റ് ഡ്രോൺ ആണ്. ഏത്? കാലഭൈരവ. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തോട്ട് വരാം. ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ 2025. എന്താണ്? ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ 2025. ഗോഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം. അതിൻ്റെ ചുരുക്കെഴുത്താണ് ഗോഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം അല്ലേ? അതായത് ഒരു കായിക താരം ഇന്ത്യ സന്ദർശിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യ ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി, ആ പരിപാടിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ 2025. അപ്പോൾ ഈ പരിപാടി ഏത് കായിക താരത്തിൻ്റെ, ഒരു ഫുട്ബോൾ താരമാണ്, ഏത് ഫുട്ബോൾ താരത്തിൻ്റെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പേരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം, അത് മിശിഹ. ആരാണ്? ലയണൽ മെസ്സി അല്ലേ? ഫുട്ബോളിൻ്റെ മിശിഹ എന്ന് പറയും. ലയണൽ മെസ്സി, അർജന്റീനൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പേരാണ് ഗോഡ് ടൂർ ഓഫ് ഇന്ത്യ 2025. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലോട്ട് വരാം. ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഖാലിദ് ജമീൽ. ആരാണ് ഖാലിദ് ജമീൽ? ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചാണ് ഖാലിദ് ജമീൽ. ഇന്ത്യൻ പുരുഷ സീനിയർ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചാണ് ആര്? ഖാലിദ് ജമീൽ. കുറേ കാലം മുമ്പ് വരെ ഇന്ത്യയുടെ പുരുഷ ഫുട്ബോൾ കോച്ച് എന്ന് പറയുന്നത് ഒരു വിദേശിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിട്ട് ഒരു ഇന്ത്യക്കാരൻ തന്നെ നിയമിക്കപ്പെട്ടു. ആരാണെന്ന് ചോദിച്ചാൽ അത് ഖാലിദ് ജമീലാണ്. ആരാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ച് എന്നുള്ളത് നല്ല ചോദ്യമായിരിക്കും. ഖാലിദ് ജമീൽ. അത് പറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ച് ആരെന്ന് ചോദിച്ചാലോ, ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിൻ്റെ കോച്ച് ആരെന്ന് ചോദിച്ചാൽ അത് ഗൗതം ഗംഭീറാണ്. ആരാണ്? ഗൗതം ഗംഭീറാണ്. അതേസമയം ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ, സീനിയർ ഹോക്കി ടീമിൻ്റെ കോച്ച് ആരെന്ന് ചോദിച്ചാലോ അതൊരു വിദേശിയാണ്, ക്രെയ്ഗ് ഫുൾട്ടൺ. ആരാണ്? ക്രെയ്ഗ് ഫുൾട്ടൺ ആണ് ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ കോച്ച്, ക്രെയ്ഗ് ഫുൾട്ടൺ. അതേസമയം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആകുമ്പോൾ ഗൗതം ഗംഭീർ, ഫുട്ബോൾ ടീമിൻ്റെ ഖാലിദ് ജമീൽ. ഇതെല്ലാം ഈ പറഞ്ഞ സീനിയർ ടീമിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇത് പറയുമ്പോൾ ഇന്ത്യൻ ഈ പറഞ്ഞ യൂത്ത് ഹോക്കി ടീമിൻ്റെ, ഇന്ത്യൻ യൂത്ത് ഹോക്കി ടീം അണ്ടർ 19 യൂത്ത് ഹോക്കി ടീമിൻ്റെ കോച്ച് ആരെന്ന് ചോദിച്ചാൽ അതൊരു മലയാളിയാണ്, PR ശ്രീജേഷ്. ഇന്ത്യൻ യൂത്ത് ഹോക്കി ടീമിൻ്റെ കോച്ച് ആര് എന്ന് ചോദിച്ചാൽ അത് PR ശ്രീജേഷ് ആണ് എന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കണം. ഇപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഖാലിദ് ജമീൽ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ കോച്ചായിട്ട് നിയമിക്കപ്പെട്ടു. ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. അഭിനവ് ബിന്ദ്ര. ആരാണ് അഭിനവ് ബിന്ദ്ര എന്ന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. 2008 ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ഇന്ത്യക്കാരനാണ് ആര്? അഭിനവ് ബിന്ദ്ര അല്ലേ? 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ ആദ്യമായിട്ട് വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ഇന്ത്യക്കാരനാണ് അഭിനവ് ബിന്ദ്ര. അത് കഴിഞ്ഞതിന് ശേഷം നീരജ് ചോപ്രയും സ്വർണം നേടിയിട്ടുണ്ട്
അല്ലേ? ഒളിമ്പിക്സിൽ നീരജ് ചോപ്രയും സ്വർണം നേടിയിട്ടുണ്ട്. പക്ഷേ അത്ലറ്റിക്സിൽ സ്വർണം നേടിയ ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ, ആദ്യ ഇന്ത്യൻ കായിക താരം ആരെന്ന് ചോദിച്ചാൽ, അത്ലറ്റിക്സിൽ എന്താണ് ഈ പറഞ്ഞ സ്വർണം നേടിയ, ഒളിമ്പിക് സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരെന്ന് ചോദിച്ചാൽ അത് നീരജ് ചോപ്രയാണ്. ഒളിമ്പിക്സിലെ വ്യക്തിഗത ഇനത്തിൽ ആദ്യമായിട്ട് സ്വർണം നേടിയ ഷൂട്ടിംഗ് താരം അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്വർണം നേടിയ താരം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അഭിനവ് ബിന്ദ്രയാണ്. ഇപ്പോൾ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് അത്ലറ്റിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നതല്ല. അത്ലറ്റിക്സ് സ്വർണം ഒളിമ്പിക്സിൽ ആദ്യം നേടുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് നീരജ് ചോപ്രയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അഭിനവ് ബിന്ദ്രയുടെ കാര്യത്തിൽ വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അഭിനവ് ബിന്ദ്രയുടെ കാര്യത്തിൽ പഠിച്ചത്? ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി അവർ നൽകുന്ന ഒരു ബഹുമതിയുണ്ട്, ഒളിമ്പിക് ഓർഡർ എന്ന് പറയുന്ന ബഹുമതി. ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക് ഓർഡർ ബഹുമതി നൽകി ആദരിച്ച ആദ്യ ഇന്ത്യൻ കായിക താരം, അല്ലേ? ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക് ഓർഡർ ബഹുമതി നൽകി ആദരിച്ചത് ഏത് ഇന്ത്യൻ കായിക താരത്തെയാണ്? ആദ്യമായിട്ട് ഒരാൾക്ക് മാത്രമേ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. ആർക്കാണെന്ന് ചോദിച്ചാൽ അഭിനവ് ബിന്ദ്രയ്ക്കാണ്. ആർക്കാണ്? അഭിനവ് ബിന്ദ്രയ്ക്കാണ്. അപ്പോൾ ഈ അഭിനവ് ബിന്ദ്രയെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നമ്മൾ ഈ മാസം പഠിക്കുമ്പോൾ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി മാനസിക ആരോഗ്യ വിഭാഗം അംബാസഡറായിട്ട് നിയമിച്ചു. കായിക മേഖലയിലെ മാനസികാരോഗ്യ വിഭാഗം അംബാസഡറായിട്ട് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഈയിടെ നിയമിച്ചത് ഏത് ഇന്ത്യൻ താരത്തെയാണ് എന്ന് ചോദിച്ചാൽ അഭിനവ് ബിന്ദ്രയെയാണ്. അപ്പോൾ അഭിനവ് ബിന്ദ്രയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ പോയിന്റുകൾ ഇതൊക്കെയാണ്. 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് വ്യക്തിഗത സ്വർണം ഒളിമ്പിക്സിൽ നേടിയത് അഭിനവ് ബിന്ദ്രയാണ്. അതുപോലെ തന്നെ 2025 അതും 2025 നടക്കുന്നത്. 2025 ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക് ഓർഡർ ബഹുമതി നൽകി ആദരിച്ച ഇന്ത്യൻ താരം ആരെയാണ് എന്ന് ചോദിച്ചാൽ അഭിനവ് ബിന്ദ്ര. ഇതിപ്പോൾ 2025 ഓഗസ്റ്റിൽ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി കായിക മേഖലയിൽ മാനസിക ആരോഗ്യ അംബാസഡറായിട്ട് നിയമിച്ചത് ഏത് കായിക താരത്തെയാണ്, ഇന്ത്യൻ താരത്തെയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും അഭിനവ് ബിന്ദ്ര എന്നാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. വായനയിലെ പ്രതിസന്ധി തീർക്കുന്നതിന് വേണ്ടിയിട്ട് പുസ്തക നികുതി ഈ അടുത്ത കാലത്ത് ഒരു രാജ്യം വേണ്ടാന്ന് വെച്ചു, അല്ലേ? അതൊരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. വേണ്ടാന്ന് വെച്ചു. ഏതാണ് ആ രാജ്യം എന്ന് ചോദിച്ചാൽ ഡെൻമാർക്കാണ്. വായനയിലെ പ്രതിസന്ധി. അപ്പോൾ ആ രാജ്യത്ത് പുസ്തകത്തിന് എന്തുണ്ട്? നികുതിയുണ്ട്. അപ്പോൾ ആ പുസ്തക നികുതി ഉള്ളത് കൊണ്ട്, ഈ പറഞ്ഞ പുസ്തകത്തിന് വില കൂടുന്നത് കൊണ്ട് പുസ്തകം ആരും വായിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആ പറഞ്ഞ പുസ്തക നികുതി എടുത്ത് കളയുമ്പോൾ അപ്പോൾ കൂടുതൽ ആൾക്കാർ പുസ്തകം വായിക്കുമല്ലോ എന്നാണ് ആ രാജ്യം വിചാരിക്കുന്നത്, അല്ലേ? അതൊരു തെറ്റായ വിചാരമാണ്. കാരണം ഇന്ത്യയിൽ പുസ്തക നികുതി ഇല്ല. ഇന്ത്യയിൽ പുസ്തക നികുതി ഇല്ലെങ്കിൽ നമ്മൾ പുസ്തകം വാങ്ങി വായിക്കുന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും അത് ഡെൻമാർക്ക് വഴിയെ പഠിച്ചോളൂ. എന്തായാലും വായനയിലെ പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പുസ്തക നികുതി വേണ്ടെന്ന് വെച്ച രാജ്യം ഏത്? ഈ അടുത്ത കാലത്ത് വേണ്ടെന്ന് വെച്ച രാജ്യം ഏത് എന്നെങ്ങാനും പരീക്ഷയ്ക്കൊരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം ഏതാണ്? ഡെൻമാർക്കാണ്. ഏതാണ്? ഡെൻമാർക്കാണ്. ഇത് പറയുമ്പോൾ ഈ ഭാഗത്ത് ഇതുപോലെ ചോദിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ചോദ്യമുണ്ട്. ഗർഭഛിദ്രം നിയമവിധേയമാക്കിയ ആദ്യ രാജ്യം. കുറച്ചുകൂടി നല്ല ചോദ്യമാണ്, കറണ്ട് അഫയേഴ്സ് വരുന്നതാണ്. ഗർഭഛിദ്രം നിയമവിധേയമാക്കിയ ആദ്യത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രാൻസ് ആണ്. അപ്പോൾ പുസ്തക വായനയിലെ പ്രതിസന്ധി മറികടക്കുന്നതിന് വേണ്ടിയിട്ട് പുസ്തക നികുതിയുടെ ഒഴിവാക്കിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ഡെൻമാർക്കാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ലോകത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ബാങ്ക്. ലോകത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ബാങ്ക് നിലവിൽ വന്നത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ അത് മലേഷ്യയിലാണ്. ലോകത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ബാങ്ക് നിലവിൽ വന്നത് ഏത് രാജ്യത്താണ് എന്ന് ചോദിച്ചാൽ മലേഷ്യയിലാണ്. ആ ബാങ്കിൻ്റെ പേരാണ് റിട്ട് ബാങ്ക്. ഏതാണ്? RYT, റിട്ട് ബാങ്ക്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ AI അധിഷ്ഠിത ബാങ്ക് മലേഷ്യയിൽ സ്ഥാപിക്കപ്പെട്ടു. അതിൻ്റെ പേരാണ് റിട്ട് ബാങ്ക്. ഏതാണ്? റിട്ട് ബാങ്ക്, RYT, റിട്ട് ബാങ്ക്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരാം. ഒരു രാജ്യത്ത് നിന്ന് ആദ്യമായിട്ട് മിസ് യൂണിവേഴ്സ് മത്സരത്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വനിതയാണ് നദീൻ അയൂബ്.
ഒരു രാജ്യത്ത് നിന്ന് ആദ്യമായിട്ട് മിസ് യൂണിവേഴ്സ് മത്സരത്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് നദീൻ അയൂബ്. മിസ് യൂണിവേഴ്സ് ആയി എന്നല്ല പറഞ്ഞത്, ഒരു രാജ്യത്ത് നിന്ന് മിസ് യൂണിവേഴ്സ് മത്സരത്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയാണ് നദീൻ അയൂബ്. ഏത് രാജ്യത്ത് നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ആ രാജ്യം ആണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി. പാലസ്തീൻ. അപ്പോൾ പാലസ്തീനിൽ നിന്ന് ആദ്യമായിട്ട് മിസ് യൂണിവേഴ്സ് മത്സരത്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ആ പറഞ്ഞ മത്സരത്തിലോട്ട് പരിഗണിക്കപ്പെട്ട വനിത ആര് എന്ന് ചോദിച്ചാൽ നദീൻ അയൂബാണ്. ആദ്യമായിട്ട് പാലസ്തീനിൽ നിന്ന് മിസ് യൂണിവേഴ്സ് മത്സരത്തിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വനിത ആരാണ്? നദീൻ അയൂബ്. ഏതാണ് രാജ്യം? പാലസ്തീൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് 27. ഓഗസ്റ്റ് 27 എന്താണ്? ലോക തടാക ദിനം അല്ലേ? നിങ്ങളത് ചിലപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും. ലോക തടാക ദിനം മറന്നുപോയോ? പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു സാധനമാണ്. മറന്നുപോയോ? ഇല്ല, അത് മറക്കാനും ഓർക്കാനും ഒരു സാധ്യതയില്ല. ഇത് 2025 മുതലാണ് ഏത് ആചരിക്കാൻ തുടങ്ങിയത്? ലോക തടാക ദിനം ആചരിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഓഗസ്റ്റ് 27ൻ്റെ പ്രാധാന്യം എന്താണ്? ലോക തടാക ദിനം. 2025 മുതലാണ് ഓഗസ്റ്റ് 27 ലോക തടാക ദിനമായിട്ട് ആചരിക്കാനായിട്ട് തുടങ്ങിയത്. ഇത് പറയുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വേറൊരു കാര്യം ഒന്നുകൂടി ഓർത്ത് വയ്ക്കണം. ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29ൻ്റെ പ്രാധാന്യം എന്താണ്? ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനം. ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? അത് മേജർ ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ്. ഇന്ത്യൻ ഹോക്കി വിസാർഡ്, ഇന്ത്യൻ ഹോക്കി മാന്ത്രികൻ ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് 29. അത് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഓഗസ്റ്റ് 29 എന്നാണോ പറഞ്ഞത്? അല്ല, ഓഗസ്റ്റ് 27. അപ്പോൾ ലോക തടാക ദിനമായിട്ട്, വേൾഡ് ലേക്സ് ഡേ ആയിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഓഗസ്റ്റ് 27. 2025 മുതലാണ് ഇത് ആചരിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് അല്ലേ? ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ലോക തടാക ദിനത്തിൻ്റെ പ്രമേയം. 2025 പ്രഥമ ലോക തടാക ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ ലേക്സ് ലൈഫ് ബ്ലഡ് ഓഫ് അവർ പ്ലാനറ്റ്. ലേക്സ് ലൈഫ് ബ്ലഡ് ഓഫ് അവർ പ്ലാനറ്റ്. അതായത് നമ്മുടെ ഗ്രഹത്തിൻ്റെ ജീവരക്തമാണ് തടാകങ്ങൾ എന്നുള്ളതാണ് പ്രമേയം അല്ലേ? അപ്പോൾ പ്രഥമ ലോക തടാക ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ലേക്സ് ലൈഫ് ബ്ലഡ് ഓഫ് അവർ പ്ലാനറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാവുമ്പോൾ നമ്മൾ 2025 ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. എങ്കിലും ചില കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് ഏതിനകത്തുണ്ടാവും? നോട്ട്സിനകത്തുണ്ടാവും. നോട്ട്സ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭിക്കും. ഇപ്പോഴും നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഈ ക്ലാസ് ഉപയോഗപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഈ വീഡിയോ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഈ ചാനൽ മുമ്പോട്ട് പോവുകയുള്ളൂ, ഞങ്ങൾക്കതൊരു ഊർജ്ജമാവുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.